ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് മോർണിംഗ്. വയറാണ് നമ്മുടെ പ്രശ്നം, വയറ് മാത്രം. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസ് ഞാൻ പരിചയപ്പെടുത്താം. അതിന് നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്ക്, ഒന്നെങ്കിൽ ഒരു പൈപ്പോ അല്ലെങ്കിൽ ഒരു മുളയുടെ വടിയോ അല്ലെങ്കിൽ ഒരു ലോങ് വടി, എന്താണെങ്കിലും അത് ബെൻഡ് ചെയ്യാത്തതായിരിക്കണമെന്ന് മാത്രം. മുതൽ മുടക്കില്ല, ഏജ് ലിമിറ്റുമില്ല. ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വെരി സിമ്പിൾ എക്സസൈസാണിത്. കാണാം. ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പേസാണ്. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ നീട്ടി വെച്ചാൽ രണ്ടറ്റവും ഒരിടത്തും മുട്ടരുത്. അതായത് ഇങ്ങനെ മൂവ്മെൻറ്റ് ഫ്രീ ആയിരിക്കണം. ഈ ഒരു മൂവ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടണം. അത് മാത്രം മതി. അതായത് ഐദർ ഒരു വലിയ റൂമോ ഒരു ബാൽക്കണി സ്പേസോ അല്ലെങ്കിൽ ഒരു ടെറസോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ടെറസിലാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ടൂൾ എന്ന് പറയുന്നത് ആകെ വേണ്ടത് ഒരു സ്ട്രെയിറ്റ് കമ്പാണ്. ഇതൊരു പൈപ്പിൻ്റെ പീസാണ്. ഒന്നെങ്കിൽ ഒരു പൈപ്പ് പീസാകാം, അല്ലെങ്കിൽ ഒരു ബാമ്പുവിൻ്റെ കമ്പാകാം. ഇതിലേതെങ്കിലും ഒരെണ്ണം മതി. ഇതൊന്നുമല്ലെങ്കിലോ ഒരു വളയാത്ത ഒരു കമ്പ്, അത്ര മാത്രം ഓർത്താൽ മതി. ഏതാണെങ്കിലും നമ്മൾ കൈ നീട്ടി വെക്കുമ്പോൾ നമ്മുടെ കൈയുടെ കഴിഞ്ഞിട്ട് ഒരു ലേശം കൂടി എക്സ്റ്റൻഷനാകാൻ പാടുള്ളൂ. ഇങ്ങനെ നമ്മൾ ഷോൾഡറിൽ ഇതിങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ എക്സ്റ്റൻഷൻ ഈ ടിപ്പിൽ ഇവിടെ ഇത്രയാകാൻ പാടുള്ളൂ. ഈ സൈഡും ഈ സൈഡും. ഇതാണ് നമ്മുടെ പോസ്റ്ററും. നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഈ കമ്പ് നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ഇത് പൈപ്പ്. ഇനി ഞാൻ ബാമ്പു കാണിച്ചു തരാം. ബാമ്പു ആണെങ്കിലും ലൈറ്റ് വെയ്റ്റാണ് ബാമ്പു. പിന്നെ അതും സെയിം ആണ്. നമ്മുടെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് അതിന് ചേരുന്ന ഒരു ലെങ്ത്. കുറച്ച് എക്സ്റ്റൻഷൻ ഇട്ടോണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ കമ്പ് താഴെ പോകും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇത് ഇങ്ങനെ ഇരിക്കണം. ഇനി നമ്മുടെ എക്സസൈസിലേക്ക് കടക്കാം. നമുക്ക് 3 എക്സസൈസേ ഉള്ളൂ. ആ 3 15 ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ വയറും നമ്മുടെ ഈ സൈഡിലത്തെ വണ്ണമൊക്കെ പമ്പ കിടക്കും. സോ ഹോൾഡ്. ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പേസാണ്. ഇത് കുറയ്ക്കാൻ നേരെ ഇങ്ങനെ വയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ കറങ്ങുക. ബാക്ക് കംപ്ലീറ്റ് കാണണം. ഇങ്ങനെ 15 ടൈംസ്. ഇത് 15 ടൈംസ് 3 സെറ്റ് ഡെയിലി ചെയ്താൽ മതി. നമ്മുടെ ഈ സൈഡ് വണ്ണങ്ങളെല്ലാം പമ്പ കിടക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സൈഡ് വേസ് ആണ്. അതിനുവേണ്ടി നമ്മുടെ കാല് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മുടെ സ്റ്റിക്കിനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക. എഗെയിൻ കംപ്ലീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ സ്റ്റിക്ക് ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ടച്ച് ചെയ്യും. ഇതും ആദ്യമേ കുറേ ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 10ൻ്റെ ഒരു 2 ടൈംസ് വീതം ചെയ്താൽ മതി, ടോയ്സ് വീതം ചെയ്താൽ മതി ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്. എഗെയിൻ അത് നമ്മൾ കൂട്ടി കൊണ്ടുവരിക. ഇനിയാണ് നമ്മുടെ 3rd സ്റ്റെപ്പ്. സെയിം സ്റ്റിക്ക് ഹോൾഡ് ചെയ്യുക. കാലിനെ കുറച്ചുകൂടെ അടുപ്പിച്ച് വയ്ക്കുക. ഇനി ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ കൈയും ഈ കാലും, യെസ്, ഇത്
ഈ കമ്പി പോയി നമ്മുടെ കാല് തൊടണം. സ്റ്റൊമക്കിനുള്ള ബെസ്റ്റ് എക്സസൈസാണ് ഇത്. 15 ടൈംസ് ചെയ്തോ, വയറ് പമ്പ കിടക്കും. ഈ മുളങ്കമ്പിനായിട്ട് ഞാൻ കുറേ അലഞ്ഞു. അങ്ങനെ ഒടുവിൽ പച്ച മുളങ്കമ്പ് തന്നെ കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിൽ നിന്നാണ് കിട്ടിയത്. കറക്റ്റായിട്ട് മുട്ടിൻ്റെ അവിടെ വെച്ച് മുറിച്ചില്ലെങ്കിൽ ഈ മുളങ്കമ്പ് കൊളർന്നു പോകും. നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റൂല. പൊട്ടിപ്പോവോ? ആ മുട്ടിൻ്റെ അവിടെ വെച്ച് മുറിച്ചാൽ പൊട്ടുവോ? അത് മാറിപ്പോയി. അതല്ല. അങ്ങനെ 4 മുളങ്കമ്പുമായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പം ഇതെല്ലാം ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടുള്ള കമ്പുകളായി മാറി. മുതൽ മുടക്കില്ലാത്ത, വെയിലും മഴയും പ്രശ്നമല്ലാത്ത, വീട്ടിലിരുന്ന് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായും റിസൾട്ട് കിട്ടും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഇതൊരു യൂസ്ഫുൾ ടിപ്പായിരുന്നെന്ന് കരുതുന്നു.